നവകേരള യാത്രയിൽ ഗൺമാൻമാർ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീഡിയോ കുറെ കാലമായി നമ്മൾ കാണുന്നതാണ്. അതിനുശേഷം വി.ഡി. സതീശൻ അധികാരത്തിൽ വരുന്നു, മുഖ്യമന്ത്രിയാകുന്നു, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നു, ഒരു സംഘത്തെ നിയോഗിക്കുന്നു, അന്വേഷിക്കുന്നു. ഇപ്പോൾ 5 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഞൊടിയിടയിൽ, ഇത്രയും പെട്ടെന്ന്, ഞൊടിയിടയല്ല എന്നാലും ഇത്രയും അധികം സമയക്കുറവിൽ ഇത് നേടിയെടുക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് SIT തലവൻ ഷൗക്കത്ത് അലിയൊക്കെ നൽകിയ ഓർഡർ. ആ ഒരു 15 ദിവസത്തെ ബൗണ്ടറിക്കുള്ളിൽ അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട്, റെക്കോർഡ് വേഗമെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, അതെ അതെ, ആ ഒരു സ്പീഡിൽ പോലീസുകാരുടെ വീഴ്ചകൾ, അതായത് ഈ കേസ് മുമ്പ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടി ആ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ 5 പേരും ബൗണ്ടറിയിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. സസ്പെൻഷൻ. അതെ, സസ്പെൻഷൻ. ഇനി കുറച്ചുനാൾ വീട്ടിലിരിക്കാം. നടപടി എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവർ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യമായിരുന്ന കാര്യമാണ്. കാരണം അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് പോലും സമ്മതിക്കാത്തൊരു സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ, അതായത് കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ട കാഴ്ച ഒരാൾ മാത്രം കണ്ടിട്ടില്ല മേഘ. ആരാ? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, രക്ഷാപ്രവർത്തനം നടത്തിയ ആ ഒരു പോലീസുകാരുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിരുന്നോ? അല്ലെങ്കിൽ എല്ലാ ചാനലുകളിലും ലൈവായിട്ടും അല്ലാതെ സ്ക്രോളുകൾ വീഡിയോ എല്ലാം പോകുന്നുണ്ട്, യൂട്യൂബിലും ആ വീഡിയോ ഉണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഞാൻ ആ വീഡിയോ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, ഞാൻ ന്യൂസ് ചാനലൊന്നും കണ്ടിട്ടില്ല, ഞാൻ കാണാത്തതുകൊണ്ട് അതില്ല. അതെ, അതെ, മുഖ്യമന്ത്രി കാണാത്തത് കൊണ്ട് തന്നെ, രാജാവിന്റെ കണ്ണിലൂടെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസും അന്വേഷണ സംഘവും ഒക്കെ തീരുമാനിച്ചു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, രക്ഷാപ്രവർത്തനം തന്നെയാണ് നടന്നത് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ വീണ്ടും തുറന്ന് അന്വേഷണം നടത്തി അതിൽ നടപടിയും എടുത്തിരിക്കുന്നു. ശരിക്കും ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് വളരെ ആക്റ്റീവായി. കഴിഞ്ഞ കുറെ നാളുകൾ നമ്മൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ എന്ത് ചെയ്യുകയാണ് എന്നുള്ള ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടെന്നും അത് നയിക്കുന്ന രമേശ് ചെന്നിത്തലയാണെന്നും ഈ നാട്ടിലെ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ നടപടികളും അദ്ദേഹം എടുക്കുന്നുണ്ട്. വളരെ അഭിനന്ദനാർഹമാണ്. കാരണം അദ്ദേഹം മുമ്പ് ആഭ്യന്തരം കൈവച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു നേട്ടം അതിനി 5 വർഷത്തേക്ക് ഏതൊക്കെ ലെവലിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ് ശരിക്കും. കാരണം ആ ഒരു ജിഷ വധക്കേസായാലും അല്ലെങ്കിൽ പോലീസിലെ ജനമൈത്രി എന്നുള്ള നടപടിയായാലും എല്ലാം ഇനി അത് തിരിച്ചു വരികയാണ്. ആ പോലീസിന്റെ ആ ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ബേസിക്കലി 10 വർഷം ധാർഷ്ട്യം നിറഞ്ഞ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ മുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ നമുക്കും കിട്ടില്ല, ആ ഒരു സാധനം നമുക്കും കിട്ടും. താഴോട്ടുള്ള ആൾക്കാരിലേക്കും ആ ഒരു ധാർഷ്ട്യം നിറഞ്ഞ രീതികളൊക്കെ ഉണ്ടാകും. അപ്പൊ കഴിഞ്ഞ 10 വർഷം ഒരു പരാതി പറയാൻ പോലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ സാധാരണപ്പെട്ട മനുഷ്യന് പേടി ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഒരാൾക്ക് പോയി സാർ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താടാന്നായിരിക്കും തിരിച്ചു ചോദിക്കുക. അത്രയ്ക്ക് ഭയമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പൊ ഇതിനെ ഉടച്ചു വാർത്ത് വീണ്ടും ജനമൈത്രിയിലേക്ക് ഇവരെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പണിപ്പെട്ട ഒരു പരിപാടിയാണ്. അതിന്റെ തുടക്കമാണ് രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആരുടെയും കണ്ണ് കെട്ടി ഇരുട്ടാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് അത് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതുണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചെയ്താലും അത് തെറ്റാണെന്ന് പോലീസ് പറയണം. അതാണ് ശരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആർജവം. അത് തന്നെയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നതും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നവകേരള സദസ്സിലെ പോലീസിന്റെ ആ ഒരു ഗൺമാൻമാരുടെ അതിക്രമം, ആ രക്ഷാപ്രവർത്തനം എന്ന ഓമനപ്പേര് നൽകിയത് മുൻ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെയാണ്. ആ ഒരു പേര് ഫോളോ ചെയ്താണ് ഇപ്പൊ അവസാനം രക്ഷാപ്രവർത്തനത്തിന് അവസാനം പോലീസുകാർക്ക് മെഡൽ കിട്ടി എന്ന രീതിയിൽ പരിഹസിക്കുന്ന ഒരവസ്ഥ ആ ഒരു പോലീസ് സേനയ്ക്ക് തന്നെ അപമതിപ്പ് ഉണ്ടാക്കി. ആ ഒരു പോലീസ് സേനയെ അപമാനിതരാക്കിയിട്ടുണ്ട് ഈ ഒരു മുഖ്യമന്ത്രി. ശരിക്കും ഈ നവകേരള യാത്രയും നവകേരള സദസ്സും ഒക്കെ അന്നു മുതലേ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. ഒരു മൈലേജിൽ ഇങ്ങനെ ഒരു മീഡിയം മൈലേജിൽ പൊക്കോണ്ടിരുന്ന ഒരു സർക്കാർ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഒരു പരിധി വരെ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. പക്ഷെ നവകേരള സദസ്സോടുകൂടി ഇതെല്ലാം ദൂർത്ത് കാണിക്കുന്നു, ഇവർ എന്താണ് കാണിക്കുന്നതെന്ന് ജനം പരസ്പരം ചോദിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് 1.5 കോടിയുടെ ബസ്സിൽ 21 മന്ത്രിമാരെയും കൂട്ടി മുഖ്യമന്ത്രി ആ ചരിത്ര പ്രസിദ്ധമായ യാത്ര നടത്തുന്നു. അന്നത്തെ നേതാക്കളൊക്കെ പറഞ്ഞത് ഈ ബസ്സൊക്കെ ഇനി മ്യൂസിയത്തിൽ വെക്കും, അത്ര അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ നവകേരള സദസ്സ് നടത്തിയിട്ട് പോലും എത്ര പേർക്ക് ഇതിൽ നിന്നൊരു പരിഹാരം കിട്ടി, എത്ര പേർക്ക് സൊല്യൂഷൻ കിട്ടിയെന്ന്
പലപ്പോഴായി ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞ LDF സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ ആദ്യ ആണി തറയ്ക്കപ്പെടുന്നത്, വിസിബിൾ ആയിട്ടുള്ള ആണി ആദ്യം തറയ്ക്കപ്പെടുന്നത് അവിടെയാണെന്ന് ഞാൻ പറയും. അപ്പോൾ അന്ന് നമ്മുടെ AD തോമസിനെ മർദ്ദിച്ച് അവശരാക്കിയ ആ പോലീസുകാർക്ക് മുന്നിലൂടെ അദ്ദേഹം MLA ബോർഡ് വെച്ച വണ്ടിയിൽ പോകുമ്പോൾ ഇവർ തന്നെ സല്യൂട്ട് അടിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഈ കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ടിപ്പിക്കൽ. ശരിക്കും പറഞ്ഞ ഈ ഡയലോഗ് ഈ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഡയലോഗ് പറയാത്തൊരു ദിവസം പോലും നമ്മുടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കാലം കാത്തുവെച്ച കാവ്യനീതി എന്നല്ല, നേടിയെടുത്ത കാവ്യനീതിയാണ്. AD തോമസ് ഒക്കെ അത്രയും മികച്ച രീതിയിൽ പ്രവർത്തിച്ച് നേടിയെടുത്ത വിജയമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ എവിടെയാണെങ്കിലും ഒരു കാര്യവുമില്ലാതെ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് നേരെ ഒരു അടിച്ചമർത്തൽ രീതിയിലുള്ള ആക്രമം എന്ത് തന്നെ ആയാലും, ഇപ്പോൾ നമ്മൾ നേരത്തെ SFIക്കാരുടെയും DYFIക്കാരുടെയും പ്രതിഷേധങ്ങളെ പറ്റി സംസാരിച്ചു. ഒരു കാര്യമായ കാര്യത്തിന് വേണ്ടി പ്രതിഷേധിക്കുകയാണ് അവരെങ്കിൽ അവരെ പോലും അടിച്ചമർത്തരുത് എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മളെല്ലാവരും. ഒരു ആവശ്യമുള്ള കാര്യത്തിന്, ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രതിഷേധ മുറകൾ വേണം. ഇപ്പോൾ അന്ന് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചത് ഈ നവകേരള ബസ്സിനോടും നവകേരള സദസ്സിനോടുമുള്ള വിയോജിപ്പ് കൊണ്ടാണ്. അതാണ് ഈ കരിങ്കൊടികളായി നിരത്തുകളെല്ലാം പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ അവിടെ ചെയ്തത് ഈ പറഞ്ഞ ഗൺമാൻമാരും അതുപോലെ തന്നെ DYFI പ്രവർത്തകരും ചേർന്ന് തല്ലിച്ചതയ്ക്കാണ് ഉണ്ടായത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ നവകേരള സദസ്സ് കടന്നു പോകുന്ന ആ റോഡിന്റെ സൈഡിൽ കറുത്ത ഷർട്ട് ഇട്ട് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. കറുത്ത ഷർട്ട് ഇട്ടവനെ ആ ഒരു റോഡിലൂടെ കിടത്തി വിട്ടിട്ടില്ല പോലീസ്. ഒരു സമയത്ത് കറുത്ത ഷർട്ടിന് നിരോധനം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. കറുത്ത മാസ്ക് വയ്ക്കാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്ന് പറയുന്ന, ഇത് എന്താ, ഇത് രാജ്യഭരണമാണോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ സഖാക്കന്മാർക്ക് ഒരു വെളിവ് വീണില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നമുക്ക് ഈ നവകേരളയിലെ ആ ഒരു ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനത്തിലേക്ക് വരികയാണെങ്കിൽ, ഇവർ ഒരു സുരക്ഷാ വീഴ്ച നടത്തിയിട്ടുണ്ട്. ആ ഒരു സുരക്ഷാ വീഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കേണ്ട ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത് VIP കടന്നുപോയി, അദ്ദേഹത്തിന്റെ വാഹനം കടന്നുപോയി, എന്നിട്ടും പ്രതികാര ബുദ്ധിയോടെ ഈ ഗൺമാന്മാർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി ചതിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയാണ്. അപ്പൊ ഇവരുടെ ബൈലോയിലുണ്ടല്ലോ, അതായത് എന്ത് ജീവൻ കൊടുത്തും VIPയെ സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ബൈലോയിൽ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വണ്ടി കടന്നു പോയിട്ട് എന്തിനവിടെ ആ ഒരു തെരുവ് ഗുണ്ടകളെ പോലെ തല്ലിച്ചതച്ചു? അതിനെതിരെ ഒരു ചെറിയൊരു ശിക്ഷാ നടപടി പോലും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ആരാഞ്ഞു പോലും ഇല്ല. അതെ, ഇപ്പോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കരിങ്കൊടിയുമായി വണ്ടിക്ക് മുന്നിലേക്ക് ചാടി വീഴുമ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട ഡ്യൂട്ടി പോലീസുകാർക്കാണുള്ളത്. ഗൺമാന്മാരുടെ ഡ്യൂട്ടി എന്താണ്? ലാത്തിയേക്കാൾ നീളമുള്ള വലിയൊരു വടി കൊണ്ട് അവരെ തല്ലേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടോ? അത്തരത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സേഫ്റ്റിക്കുള്ള ഒരു ടീം പുറത്തു നിന്നൊരാളെ തല്ലാൻ വടിയുമായി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൃത്യമായ നിർദ്ദേശം അവിടെ ലഭിച്ചിട്ടുണ്ട്. അവരെ ഒതുക്കിയേക്ക് എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. അല്ലെങ്കിൽ ആരാണ് വിചാരിക്കുക, ഇപ്പൊ പോലീസിന്റെ ഡ്യൂട്ടി ആണല്ലോ അത്, ഞങ്ങളുടെ ഡ്യൂട്ടി മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളത്. സ്വാഭാവികമായി അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. തൊപ്പിയും ലാത്തിയും കൊടുത്താൽ ലോ ആൻഡ് ഓർഡറിന് അവിടെ ആ ഒരു ഒരുപാട് പോലീസുകാർ അവിടെ നിർത്തിയിരിക്കുന്നത്. ഈ ഗൺമാന്മാര് തന്നെ ഈ ഒരു സുരക്ഷ ഏറ്റെടുത്ത് എല്ലാവരും ചെയ്താൽ പോരെ? വെറുതെ ആ പോലീസുകാരെ അവിടെ വെയിലത്ത് കൊണ്ടുപോയി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അതെ, എന്ത് തന്നെ ആയാലും ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസമെങ്കിലും ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നടപടി ഇല്ലായിരുന്നുവെങ്കിൽ പോലും അവർ തെറ്റുകാരാണ് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവുന്നു. അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകും. പോലീസ് ഇനി ആരുടെയും പക്ഷം ചേർന്നായിരിക്കില്ല, നീതിക്കൊപ്പമായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് എന്നൊരു വിശ്വാസം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ നടപടി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പോലീസ് സേനയിലെ ഇപ്പൊ ഏറ്റവും വലിയ കറുത്ത കരടായ MR അജിത് കുമാർ, അദ്ദേഹത്തെ കൂടി ഒരു ഉടച്ചു വാർത്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ ഈ പോലീസ് സേനയിലെ ഒരു ക്ലീനിങ് പ്രോസസ് അത് കംപ്ലീറ്റ് ആവും. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കേസിന്റെ FIR തിരുത്താൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. അവസാനം അദ്ദേഹം പറഞ്ഞ എന്താ, അജിത് കുമാർ പറഞ്ഞ എന്താ, അത് ഞാൻ ചെയ്തതല്ല, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ആ നിർദ്ദേശം പോയിട്ടില്ല, അതുപോലെ എന്തെങ്കിലും തിരുത്തൽ ഉണ്ടെങ്കിൽ ആ പോലീസുകാർക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്തം. പതുക്കെ ആ ഒരു പോലീസുകാരുടെ മേളിലേക്ക് പഴിചാരി ഇയാൾ കൈയൊഴിയുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ MR അജിത് കുമാറിനെതിരെയും വരും കാലങ്ങളിൽ കൂടുതൽ നടപടി ഉണ്ടായേക്കാം. അത് തന്നെ അതും എക്സ്റ്റെൻഡ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശിക്കും ഈ പറഞ്ഞ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടി എന്ന് പറയുമ്പോൾ കായികമായിട്ടുള്ള അടിയല്ല, തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട്. കുറേ കാര്യങ്ങളിൽ അന്വേഷണം വേണം. ഈ പറഞ്ഞ MR അജിത് കുമാർ ഉൾപ്പെട്ടിട്ടുള്ള പല കേസുകളിലും ഒരു റീഇൻവെസ്റ്റിഗേഷൻ
ഇൻവെസ്റ്റിഗേഷൻ നടത്തി സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുകയും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും പൊതുമധ്യത്തിൽ പറയുകയും അതും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.